അവനെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കപ്പെട്ട അവസരം ഒരുക്കിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷത്തോടെ ശ്രദ്ധയോടെ ഈ രാത്രി നമുക്ക് കർത്താവിന്റെ പാദങ്ങളിലായിരിക്കാം. ഒരു നിമിഷം കൂടി ദിവസത്തിൽ നന്മയത്തിന് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, കരുണയുള്ള പിതാവേ, പിന്നെയും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി തിരുവചനങ്ങളെ ചിന്തിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. അത് നിർബന്ധപൂർവം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. തിരുവചനം ഉള്ളതിനും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ ചിന്തിപ്പാൻ കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ഗിദെയോനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ന് ചിന്തിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഗിദെയോൻ ദൂതന്റെ മുമ്പിൽ യാഗം കഴിച്ച വസ്തുത വരെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ഈ ജഡ്ജസിന്റെ പുസ്തകത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട ചില സന്ദർഭങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിംശോന്റെ അമ്മയ്ക്ക് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തതനുസരിച്ചാണ് ശിംശോൻ ജനിച്ചത്. അവനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഗിദെയോനെ ദൂതൻ നേരിട്ട് പറഞ്ഞയക്കുന്നു. ദൂതൻ അവനെ നോക്കി അവനെ ബലപ്പെടുത്തി. ഓ മൈറ്റി വാരിയർ ഓഫ് ഗോഡ്, ഗോഡ് ഈസ് വിത്ത് യു എന്ന് പറഞ്ഞവനെ ബലപ്പെടുത്തി അവനെ പറഞ്ഞയക്കുന്നു. ആ ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പഴയ നിയമത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ചരിത്ര പുരുഷന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പല തെറ്റുകളും പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ ദൈവം അവരോട് കൂടിയിരുന്ന് പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തികളും കാണാൻ പറ്റും. ഇതെല്ലാം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ്. ഇന്ന് പകലിൽ ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ അതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം അത് അവർക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇത് അവർക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. വായിക്കാമെങ്കിൽ വാക്യങ്ങൾ ഞാൻ പറയുന്നത് വായിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കുവാൻ വേണ്ടി, പാഠമായിരിക്കാൻ വേണ്ടിയാണ് അവരുടെ ജീവിതത്തിൽ പറ്റിയ പാളിച്ചകളെ പറ്റിയും അവർക്കുണ്ടായ അനുഗ്രഹങ്ങളെ പറ്റിയും വിശദമായി തിരുവെഴുത്തിൽ വായിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, പഴയ നിയമത്തിന്റെ പ്രമാണങ്ങൾ വെച്ച് പുതിയ നിയമ വിശ്വാസികളെ അതനുസരിച്ച് അളക്കാൻ പാടില്ല. അതുപോലെ പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പഴയ നിയമത്തിലെ കഥാപാത്രങ്ങളെ വിലയിരുത്തുകയും ചെയ്യരുത്. രണ്ടും രണ്ട് പ്രമാണങ്ങളാണ്. നമ്മൾ ന്യൂ ടെസ്റ്റമെന്റ് സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ദൈവമക്കളാണ്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, അതനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ. അബ്രഹാം കള്ളം പറഞ്ഞു, അതുകൊണ്ട് കള്ളം പറയുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ദാവീദ് അങ്ങനെ ചെയ്തു, തെറ്റ് ചെയ്തു, എന്നിട്ടും ദൈവം അവനെ അനുഗ്രഹിച്ചു, അങ്ങനെ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ വലിയ വിവാദമായ ഒരു വിഷയമായിട്ട്
അത് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതല്ല. ആ സ്റ്റാൻഡേർഡ് വെച്ച് പഴയ നിയമത്തിലെ ഭക്തന്മാരെ ചിത്രീകരിക്കരുത്, ചിന്തിക്കരുത്. നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ് ഇത് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം. ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. നമുക്ക് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. മുന്നേ എഴുതിയിരിക്കുന്നതൊക്കെയും നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് നമ്മൾ ഇതൊക്കെയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, ദൂതന്മാരുമായിട്ട് മുഖാമുഖം കണ്ടിട്ടുള്ള വ്യക്തികൾ, അവരുമായി സംസാരിച്ചിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ ശക്തന്മാരായി തീർന്നതും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതുമായ വസ്തുതകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം ഒരു വിജയത്തിന്റെ പുസ്തകമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കനാൻ നാട്ടിൽ പ്രവേശിച്ച ജനത്തിന് ദേശം വിഭാഗിച്ചു കൊടുത്തു. വിജയഭേരി മുഴക്കിക്കൊണ്ട് സന്തോഷത്തോടെ ജനങ്ങൾ കനാനിൽ പാർക്കുന്ന സ്ഥിതിയാണ് യോശുവയുടെ പുസ്തകത്തിൽ. എന്നാൽ യോശുവയുടെ പുസ്തകത്തിന്റെ അവസാന ഭാഗം വരുമ്പോൾ യോശുവ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് യോശുവയുടെ തീരുമാനമായിരുന്നു. യോശുവയുടെ മരണശേഷം ഇസ്രയേലിൽ അവർക്ക് നായകനില്ലായിരുന്നു, നടത്തിപ്പുകാരില്ലായിരുന്നു. അന്ന് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു. ജനം തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. 20-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലുണ്ട്, 17-ാം അധ്യായത്തിലുണ്ട്. അനേക പ്രാവശ്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഈ വാചകം തന്നെ എടുത്തെഴുതിയിട്ടുണ്ട്. യോശുവയുടെ കാലത്തും അതിനുശേഷം യോശുവയുടെ കൂടെ ഉണ്ടായിരുന്ന മൂപ്പന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്തും, മോശ തിരഞ്ഞെടുത്ത 70 മൂപ്പന്മാരുണ്ടായിരുന്നു. അവരിൽ പലരും പിന്നെയും ജീവിച്ചിരുന്നു. അവരുടെ കാലത്തും ജനം ദൈവത്തെ സേവിച്ചു. എന്നാൽ അവരുടെ കാലശേഷം ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടില്ലാത്ത പുതിയ തലമുറ ഉണ്ടായപ്പോൾ, യോശുവയ്ക്ക് ശേഷം 3-ാമത്തെയും 4-ാമത്തെയും തലമുറകൾ വന്നപ്പോൾ അവർ ദൈവത്തെ വിട്ട് പിന്മാറി ദൈവത്തിന് വിരുദ്ധമായിട്ട് പാപം ചെയ്തു. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു. ശിക്ഷിച്ചപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരെ വിടുവിച്ചു. ആ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും അത് തന്നെയാണ് നമ്മൾ വായിച്ചത്. അന്ന് ഇസ്രയേലിൽ നായകന്മാരാരുമില്ലായിരുന്നു. അവർ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് പ്രവർത്തിച്ചു. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചു നോക്കിയാണ്. 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കാമോ? ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എപ്പോഴൊക്കെ ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ട് പിന്മാറിയോ അപ്പോഴെല്ലാം ദൈവം അവരെ ശിക്ഷിച്ചു. ശിക്ഷിക്കാൻ വേണ്ടി 7 കൊല്ലം മിദ്യാന്യരെ ഏൽപ്പിച്ചു. ചിലപ്പോൾ ഫെലിസ്ത്യരെ ഏൽപ്പിക്കും, ചിലപ്പോൾ അമാലേക്യരെ ഏൽപ്പിച്ചു. ഇവരെല്ലാം അവരെ പീഡിപ്പിച്ചു. ഇവിടെ ഇതാ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു 4 വാക്കുകളിൽ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തെ ഒന്ന്
വിശദീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: പിന്മാറ്റം, ദൈവശിക്ഷ, മാനസാന്തരം, വിടുതൽ. ദൈവത്തോട് പാപം ചെയ്ത് പിന്മാറിയപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. ശിക്ഷിക്കാൻ വേണ്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. മറ്റുള്ളവരവരെ പീഡിപ്പിച്ചു. അപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു. അവർ കരഞ്ഞപ്പോൾ കരുണയുള്ളവനായ ദൈവം വീണ്ടും അവരെ സഹായിച്ചു, വിടുവിച്ചു, യഥാസ്ഥാനത്താക്കി. ഇതാണ് ഈ പുസ്തകത്തിൽ മൊത്തത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നോക്കുക, ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായി പ്രവർത്തിക്കുമ്പോൾ അവരെ പീഡിപ്പിക്കുവാൻ ദൈവം മിദ്യാന്യരെ ഏൽപ്പിച്ചു. മിദ്യാന്യർ അവരോട് ചെയ്തത് അവരുടെ വിള മിദ്യാന്യരെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ വായിച്ചതിന്റെ അടുത്ത വാക്യം താഴോട്ടൊന്ന് വായിച്ചാട്ട്. ന്യായാധിപന്മാർ 6-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചാട്ട്. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗുഹാരങ്ങളിലും ഗുഹങ്ങളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമേലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗാസ വരെ നിലവിളി നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ഗസ വരെയുള്ള വിളകൾ മുഴുവൻ നശിപ്പിക്കും. ഇപ്പൊ പ്രത്യേകിച്ച് ഗസയിലും അസ്കലോനിലും സിറിയയിലും ഒക്കെ യുദ്ധം നടക്കുന്ന സമയമാണ്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ ഭാഗം കുറച്ചുകൂടെ വിശദമായിട്ട് പറയുന്നത്. അവിടെ ഇസ്രായേൽ മക്കൾ പാർത്തിരുന്ന സ്ഥലങ്ങളാണ്. അവർ കൃഷി ചെയ്തിരുന്ന ഫലപുഷ്ടമായ സ്ഥലമായിരുന്നു. വളരെ ഫലപുഷ്ടമായ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലങ്ങളാണ് അവിടെ. അവിടുത്തെ വിള മുഴുവൻ നശിപ്പിക്കും. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് ആഹാരമില്ല. അടുത്ത വാചകം കഴിഞ്ഞിരിക്കുന്നത് അവരുടെ കന്നുകാലി, ഒട്ടകം, ആട്, കഴുത സകലത്തിനെ അവർ പിടിച്ചോണ്ട് പോകും. അവർക്കൊന്നുമില്ല. അവരുടെ നിമിത്തം ഇസ്രായേൽ മക്കൾ ക്ഷയിച്ചെന്നാണ് അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്നത്. ക്ഷയിച്ചുപോയി. അവർ വളരെയധികം കഷ്ടപ്പെട്ടു. ഭക്ഷണമില്ല. ദൈവമക്കളെ ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് സാത്താന്റെ ഒരു പരിപാടി. ആത്മീകമായി ക്ഷയിപ്പിക്കുക, ശാരീരികമായി ക്ഷയിപ്പിക്കുക, നമ്മളെ പീഡിപ്പിക്കുക. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ന്യായമായ ഒരു കാരണമുണ്ടായിരുന്നു. അവർ ചെയ്ത തെറ്റുകൾ കൊണ്ട്, ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിച്ച് പാപം ചെയ്തതുകൊണ്ട്. എന്നാൽ അവർ യഹോവയോട് നിലവിളിച്ചു. കരഞ്ഞു നിലവിളിച്ചപ്പോൾ ദൈവം ഒരു പ്രവാചകനെ അവരുടെ ഇടയിലോട്ട് അയച്ചു. ആ പ്രവാചകൻ വന്ന് അവരോട് പഴയ കഥകളൊക്കെ പറഞ്ഞു. മിസ്രയീമിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വൻകാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ദൈവം നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. പ്രവാചകന്റെ ജോലി അതാണ്, ജനത്തെ യഥാസ്ഥാനപ്പെടുത്തുക. അവര് ആ വചനം കേട്ടപ്പോൾ ദൈവത്തോട് നിലവിളിച്ചു, കരഞ്ഞു. കരഞ്ഞപ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ചു. ദൂതൻ ഇങ്ങനെ നോക്കി നടന്നു. കാരണം ഇവരെ വിടുവിക്കണം. ഇവരെ വിടുവിക്കുവാൻ വേണ്ടി ഒരാളെ കണ്ടുപിടിക്കണം. അങ്ങനെ വന്ന ദൂതനാണ് അബിയേസരുടെ ഒഫ്രയിൽ യോവാശിന്റെ കരിവേലകത്തിന്റെ കീഴിൽ ഇരുന്നത്. അവിടെ വന്നിരിക്കുകയാണ്. ഒരുത്തനെ കണ്ടുപിടിക്കണം, നടുനായകത്വം വഹിക്കുവാൻ, ഇവരെ നയിക്കുവാൻ ഒരാളെ വേണം. അവൻ വലിയ കഴിവുള്ളവനാകണമെന്നില്ല. ദൈവമാണ് കഴിവ് കൊടുക്കുന്നത്, ശക്തി നൽകുന്നത്. യോവാശ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രമാണിയാണ്. അബിയേസറുടെ നേതാവാണ് യോവാശ്. യോവാശിന്റെ വീട്ടിലാണ് കാര്യങ്ങൾ തീർക്കുവാൻ ആളുകൾ ഒത്തുകൂടുന്നത്. യോവാശിന്റെ മകനാണ് ഗിദെയോൻ. അവിടെ ഓരോരോ നേതാക്കന്മാരാണ് ഓരോരോ കുടുംബങ്ങൾക്കും. ആ കുടുംബത്തിന്റെ വകയായിട്ട് 1000 ഏക്കർ അല്ലെങ്കിൽ 500 ഏക്കർ കൃഷിസ്ഥലമൊക്കെ കാണും.
അവിടെ കൃഷി ചെയ്യുക, അവരെല്ലാം കൂടെ ഒന്നിച്ചുമായിട്ട് ജീവിക്കുക. അങ്ങനെയുള്ള സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നു. ഇവിടെ ദൂതൻ അവിടെ ഇരിക്കുമ്പോൾ ഗിദെയോൻ വന്ന് ഗോതമ്പ് മെതിക്കുകയാണ്. മിദ്യാന്യർ വന്ന് ഗോതമ്പ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂതൻ പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെയുണ്ട്, യഹോവ നിന്നോട് കൂടെയുണ്ട്. അവൻ ഭയപ്പെട്ടു പോയി ഇങ്ങനെ ഒരു വിളി കേട്ട്. അവനെ അല്ല വിളിച്ചതെന്നായിരിക്കും അവൻ വിചാരിച്ചത്, കാരണം അവൻ പരാക്രമശാലി അല്ലെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ദൂതൻ പറയുകയാണ്, നീ ഈ ബലത്തോടെ പോകാം, ഞാനല്ലോ നിന്നെ അയക്കുന്നത്. അവൻ പോകാൻ തയ്യാറായപ്പോൾ അവൻ പറയുകയാണ്, ദൈവമേ, അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു വഴിപാട് കൊണ്ടുവരാം, ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്തുകൊണ്ട് വരാം, അതുവരെ നീ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ദൂതൻ പറഞ്ഞു, ഞാൻ വെയിറ്റ് ചെയ്യാൻ, നീ പോയി കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ പോയി വീട്ടിൽ പോയി ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്ത് അൺലിവൻ ബ്രെഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അവിടെ ദൂതൻ പറഞ്ഞതനുസരിച്ച് പാറയിൽ വെച്ചു. ദൂതന്റെ കയ്യിലുള്ള വടി കൊണ്ട് തൊട്ടപ്പോൾ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് ആ യാഗവസ്തു ദഹിപ്പിച്ചു. ദൂതൻ അപ്രത്യക്ഷനായി. ഗിദെയോൻ ഭയപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച അവിടെ വരെ നമ്മൾ ചിന്തിച്ചതാണ്. ദൂതനെ കണ്ട് ഭയപ്പെട്ടതുകൊണ്ട് അവൻ മരിച്ചു പോകുമെന്ന് അവൻ വിചാരിച്ചു. യഹൂദന്മാരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, ദൂതനെ നേരിട്ട് കണ്ടാൽ ജീവിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്, മരിച്ചു പോകുമെന്ന്. അങ്ങനെ പലരും മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഭയപ്പെട്ടപ്പോൾ പറയുകയാണ്, ദൈവം അവനോട് സംസാരിച്ചു, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. ദൈവം തന്നെ അവനോട് നേരിട്ട് പറഞ്ഞു, അവനെ ബലപ്പെടുത്തി. അപ്പൊ അവനൊരു പ്രത്യേക ശക്തി കിട്ടി. നമ്മുടെ ഉള്ളിൽ ശക്തിയുണ്ട്. ദൈവം നമ്മോട് സംസാരിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. ദൈവത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മിൽ ശക്തി വ്യാപരിക്കും. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ദൈവത്തോട് നമ്മൾ സംസാരിക്കണം. ദൈവത്തോട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ഫിലിപ്പിയ ലേഖനം 4:13 എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 3:5 വായിക്കാമോ? 2 Corinthians chapter 3 verse 5. 2 കൊരിന്ത്യർ 3:5 അതുപോലെ 1 കൊരിന്ത്യർ 12:9 ഈ വാക്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നമ്മുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രാപ്തരാക്കുന്നത് ദൈവദാനമാകുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവന്റെ മേൽ വന്നപ്പോൾ അവൻ വീട്ടിലേക്ക് പോവുകയാണ്. അവനോട് പറഞ്ഞു, നീ വീട്ടിൽ ചെന്ന് നിന്റെ അപ്പന്റെ വീട്ടിലെ രണ്ടാമത്തെ കാളയെ, ഇളയ കാളയായ രണ്ടാമത്തെ കാളയെ, 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ യാഗമായിട്ട് അർപ്പിക്കണം. ഇവിടെ നോക്കുക, യോവാശിന്റെ വീട്ടിൽ ബാലിന്റെ ബലിപീഠമുണ്ട്, അശേര പോളുണ്ട്, അശേരയുടെ പ്രതിഷ്ഠയുണ്ട്. അശേരയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു വലിയ സ്തംഭമാണ്. അത് തടി കൊണ്ടുണ്ടാക്കിയതാണ്. ബാലിന്റെ വിഗ്രഹം എന്ന് പറയുന്നത് ബ്രാസ് കൊണ്ടുണ്ടാക്കിയതാണ്. അതൊരു യാഗപീഠം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ പകുതി മൃഗവും പകുതി മനുഷ്യനുമായ ഒരു ദൈവമാണ് ബാല്. അത്ര കാളയുമല്ല, അത്ര മനുഷ്യനുമല്ല. അത് തന്നെ ഗ്രീക്കുകാരുടെ ഇടയിൽ ഹെർക്കുലീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് പടം. കുതിരയുടെ ഉടലും മനുഷ്യന്റെ തലയുമായിട്ടുള്ള ഒരു ദേവനായിട്ടാണ് അവർ ചിത്രീകരിച്ചത്.
ഈ ബാല് മനുഷ്യന്റെ കൈയാണ്. കൈ ഇങ്ങനെ മലർത്തി പിടിച്ചിരിക്കുന്നു. അതിന്റെ അകം പൊള്ളയാണ്. അതിനകത്ത് എണ്ണയും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ ഇട്ട് കത്തിക്കും. കത്തിച്ച് അത് ചുട്ടുപഴുക്കുമ്പോൾ അതിന്റെ കൈകളിലേക്ക് യാഗവസ്തു വയ്ക്കും. അത് പെട്ടെന്ന് ദഹിച്ചു പോകും. അങ്ങനെയാണ് അഗ്നിപ്രവേശം ചെയ്യിക്കുക എന്ന് പറയുന്നത്. പലരും ദേവപ്രീതി കിട്ടാൻ കുഞ്ഞുങ്ങളെ പോലും അഗ്നിപ്രവേശം ചെയ്യിച്ചതായിട്ട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ ബാൽ വിഗ്രഹം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. അശേര പ്രതിഷ്ഠ ഉണ്ടാക്കിയിരുന്നു. അതെന്തിനാണ് അങ്ങനെ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ കുടുംബക്കാർക്കും പ്രത്യേക കൃഷി സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 1000 1500 ഏക്കറോ സ്ഥലം കാണും ചിലപ്പോൾ. ആ കൃഷി നന്നായിട്ടുണ്ടാകാൻ വേണ്ടി അവർ ബാലിനെയും അസ്തോരത്തിനെയും സേവിക്കും. അവരെ ഫെർട്ടിലിറ്റി ഗോഡായിട്ടാണ് അറിയപ്പെടുന്നത്. ഫലസമൃദ്ധി ഉണ്ടാകണമെങ്കിൽ, ദേശം ഫലപുഷ്ടമായി വിളയണമെങ്കിൽ ബാലിന്റെയും അസ്തോരത്തിന്റെയും സഹായം വേണമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ബാലാണ് ചൂട് നൽകുന്നത്. സൂര്യദേവന്റെ മൂർത്തിയാണ്. എല്ലാ ചൂടിന്റെ ഇതാണ്. അതുപോലെ തന്നെ മഴ നൽകുന്നത് അശേരയാണ്. അപ്പോൾ നല്ലതായിട്ട് കൃഷി ഉണ്ടാകണമെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തണമെന്നാണ് അവിടുത്തുകാർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളുടെ ഇടയിലും ആചാരം തുടങ്ങി. അപ്പൊ ഇവർക്ക്, ഈ അബിയേസർക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങനെയുള്ള പൂജകൾ നടത്താൻ വേണ്ടി ബാൽ വിഗ്രഹത്തെയും അശേരയെയും പ്രതിഷ്ഠിച്ചിരുന്നത് യോവാശിന്റെ വീടിന്റെ അവിടെ. അതുകൊണ്ടാണ് ഗിദെയോനെ ദൈവം വിളിച്ചത്, നീ ചെന്ന് ബാൽ വിഗ്രഹം തകർത്ത് കളയണം, അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയണം, എന്നിട്ട് അതിന്റെ വിറവ് കൊണ്ട് നീ നിങ്ങളുടെ വീട്ടിലെ രണ്ടാമത്തെ കാളയെ, 7 വയസ്സുള്ള കാളയെ, കറക്റ്റായിട്ട് ദൈവത്തിന് അറിയാം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന്. നമ്മുടെ വീട്ടിലെ മക്കളുടെ കാര്യം മാത്രമല്ല, വീട്ടിലെ എന്തെങ്കിലും ജീവികളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരെ ദൈവത്തിന് അറിയാം. കറക്റ്റായിട്ട് പറയുകയാണ്. അവന്റെ വീട്ടുകാരെ എല്ലാം ഭയപ്പെട്ടു, കുടുംബക്കാരെയൊക്കെ ഭയപ്പെടുന്നത് കൊണ്ട് രാത്രിയിൽ അവന്റെ കൂടെയുള്ള ജോലിക്കാരെ 10 പേരെ കൂട്ടി ആ കാളയെ ഒരുക്കി ബാലിന്റെ വിഗ്രഹമെല്ലാം തകർത്ത് അശേര പ്രതിഷ്ഠയെല്ലാം വെട്ടി അവിടെ യാഗം കഴിച്ചു. രാവിലെ അവന്റെ നാട്ടുകാരായ അവരുടെ ബന്ധുക്കളെല്ലാം കൂടെ വന്നിട്ട് അവരുടെ പ്രതിഷ്ഠയെല്ലാം തകർത്തത് ആരാണ് എന്ന് അവർ സൂക്ഷ്മമായി അന്വേഷിച്ചപ്പോൾ ഗിദെയോനാണെന്ന് മനസ്സിലായി. യോവാശിനോട് വഴക്കുണ്ടാക്കി. നിന്റെ മകനെ വിട്ടുതരാൻ പറഞ്ഞു, അവനെ കൊല്ലണമെന്ന് പറഞ്ഞു, അവൻ ഇത് ചെയ്തതുകൊണ്ട്. പക്ഷെ അപ്പൻ ധൈര്യത്തോടെ നിന്നു. അയാളാണല്ലോ ഇവരുടെ എല്ലാം നേതാവ്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ബാല് ദൈവമാണെങ്കിൽ ബാൽ അവന് വേണ്ടി വ്യവഹരിക്കട്ടെ. ബാലിന് വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത്? അതുകൊണ്ട് ബാൽ ഒരു ദൈവമാണെങ്കിൽ അവൻ വ്യവഹരിക്കട്ടെ. അതിന് ബാലിന് വേണ്ടി വ്യവഹരിക്കാൻ വരുന്നവൻ മരണയോഗ്യനാണ്. അങ്ങനെ ഗിദെയോനെ സംരക്ഷിക്കുവാൻ അപ്പൻ പരിശ്രമിച്ചു. കാരണം ഗിദെയോന് ഉണ്ടായ ദൈവദർശനം, അവന്റെ മേൽ വന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി അപ്പനും അമ്മയും വീട്ടുകാരും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ദൈവിക ഇടപെടലാണെന്ന്. ബാലിനെയും അശേരയും ഒക്കെ ഇവര് പ്രതിഷ്ഠിച്ച് പൂജ നടത്തിയിട്ട് ഇവരുടെ വിളവ് മിദ്യാന്യർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫലപുഷ്ടമായിട്ട് കൃഷി ഉണ്ടാകാൻ വേണ്ടിയാണ് അവരെ സേവിക്കുന്നത്. പക്ഷേ എതിരായ ഫലമാണ് ഉണ്ടാകുന്നത്. പിന്നെ എന്തിനാ അങ്ങനെയുള്ള ദൈവങ്ങളെ സേവിക്കുന്നത്? ഫലസമൃദ്ധി തരുന്നത് ദൈവമല്ലേ? അത് മനസ്സിലാക്കുവാൻ ഗിദെയോന്റെ അപ്പനും കഴിഞ്ഞു. കാരണം ഇവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി അവർ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും ഇസ്രയേലിനെതിരായിട്ട് യുദ്ധത്തിന് വന്ന് പാളയമിറങ്ങി. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, കറക്റ്റ് ടൈമിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. മിദ്യാന്യര് ഇസ്രയേൽ മക്കൾക്കെതിരായിട്ട് അമാലേക്യരൊക്കെ വരുന്നതിന് മുമ്പേ അവരതിനു വേണ്ട പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക്
ദൈവം പ്രവാചകനെ അയച്ചു ഇവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ. ജനം ദൈവത്തോട് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ കരയുന്ന സമയത്ത് ദൂതനെ വിട്ട് ഒരുത്തനെ സെലക്ട് ചെയ്തു. ഇവര് യുദ്ധത്തിന് വരുമ്പോൾ എതിർക്കുവാൻ വേണ്ടി അവനെ ശക്തിപ്പെടുത്തി അയക്കുകയാണ്. അയക്കുമ്പോൾ അവൻ ആൾക്കാരെ വിളിച്ചുകൂട്ടി, കാഹളമൂതി അവരുടെ ആൾക്കാരെ എല്ലാം കൂട്ടി. പല നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി. ധാരാളം ജനങ്ങൾ അവന്റെ കൂടെ ഓടി വന്നു. ശത്രു സൈന്യം വന്നിരിക്കുകയല്ലേ, അവരോട് യുദ്ധം ചെയ്യാനായിട്ട് യാതൊരു പരിശീലനവുമില്ലാത്ത ആളുകളെല്ലാം കൂടെ വന്നിരിക്കുകയാണ്. ഗിദെയോന് ഭയങ്കര ഭയമാണ്. കാരണം ഇവർക്കാർക്കും യുദ്ധാഭ്യാസമില്ല. യുദ്ധത്തിന് വന്നിരിക്കുന്നവരെല്ലാം സോൾജിയേഴ്സാണ്. നല്ല അഭ്യാസമുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് ആയുധങ്ങളുമായിട്ട്. ഇവരുടെ കയ്യിൽ വേണ്ടത്ര ആയുധങ്ങളില്ല. വാളും വടിയുമായിട്ടാണ് ഇവർ പോകുന്നത്. മറ്റ് ആയുധങ്ങളൊന്നുമില്ല. അമ്പും വില്ലും വാളും വടിയും ഒക്കെ ഉള്ളൂ. ഇവർ യുദ്ധത്തിന് പോകാൻ തയ്യാറായി. പക്ഷേ ഗിദെയോൻ ഒരു ഭയം, ഒന്നുകൂടെ ദൈവത്തെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, ആ ഗോതമ്പ് മെതിക്കുന്ന കളത്തിന്റെ അവിടെ ഒരു തുകലിന്റെ ഒരു കഷണം, ഒരു തുകലിന്റെ പീസ് കൊണ്ട് വിരിച്ചിട്ട് അവൻ പറയാണ്, ഇന്ന് രാത്രി മഞ്ഞ് പെയ്യുമ്പോൾ ഈ തുകല് മാത്രം നനഞ്ഞിരിക്കണം, കളമെല്ലാം ഉണങ്ങിക്കിടക്കണം. അങ്ങനൊന്നും ഒരു പരീക്ഷണം നടത്താൻ പോവാണ്. അവൻ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മുമ്പ് ദൂതന്റെ മുമ്പിൽ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നപ്പോഴും അവൻ തന്നെയാ പറഞ്ഞത്, ഞാൻ ആ യാഗം കൊണ്ടുവരാമെന്ന്. അതും ദൈവത്തിന്റെ ദൂതൻ സമ്മതിച്ചു. ഇവിടെ അവന്റെ പരീക്ഷണം അവൻ തന്നെ നടത്തുകയാണ്. അതും ദൈവം അംഗീകരിച്ചു. നേരം വെളുത്തപ്പോൾ തുകല് മാത്രം നനഞ്ഞിരുന്നു. അത് പിഴിഞ്ഞ് കുറെ വെള്ളം എടുത്തു. 1 കിണ്ടി വെള്ളം എടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ടും അവന് മതിയായില്ല. പിന്നെയും പേടി. ഈ യുദ്ധാഭ്യാസമില്ലാത്ത ആളുകളെ കൊണ്ടുപോയി എങ്ങനെ വിജയിക്കും? അവൻ പറഞ്ഞു, ഒരു പരീക്ഷണം കൂടെ, ഇന്ന് രാത്രി തുകല് ഞാൻ വിരിച്ചിടാം, തുകൽ ഉണങ്ങിയിരിക്കണം, നിലമെല്ലാം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കണം. അങ്ങനെ ഒരു പരീക്ഷണം കൂടെ. എന്നോട് കോപിക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പറയുന്നത്. കാരണം അവൻ കാണിക്കുന്നത് ശരിയല്ല. ഇത്രയൊക്കെ ദൈവം പറഞ്ഞിട്ടും ഇവന്റെ അവിശ്വാസമാണെന്ന് അവന് തന്നെ അറിയാം. അതുകൊണ്ട് അവൻ കോപിക്കരുതെന്നൊക്കെ പറഞ്ഞ് അടുത്ത പരീക്ഷണം കൂടെ നടത്തി. ആ പരീക്ഷണം വിജയിച്ചു. ദൈവം അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ അവന് ധൈര്യമായി. അവൻ ആളുകളെയും കൊണ്ടുപോയി. അവര് പാളയമിറങ്ങി. 7-ാം അധ്യായം 1 തൊട്ടുള്ള ഭാഗങ്ങൾ ഇനി നമുക്ക് വായിച്ചു നോക്കാം. 7-ാം അധ്യായം 1-ാം വാക്യം വായിക്കാമോ? അനന്തരം ഗിദെയോൻ എന്ന യെരുബ്ബാബേലും അവനോട് കൂടെയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ടു. ഹാരേദ് ഉറവിനരികെ പാളയമിറങ്ങി. മിദ്യാന്യരുടെ പാളയം അവർക്ക് വടക്കു മേര കുന്നിനരികെ താഴ്വരയിലായിരുന്നു. ഈ അമാലേക്യരും കിഴക്ക് ദേശക്കാരും എല്ലാം വന്ന് പാളയം ഇറങ്ങിയിരിക്കുക. അതിന്റെ ഇക്കരെ സൈഡില് ഇവരും പാളയം ഇറങ്ങി. ഈ 2 പാളയങ്ങൾ തമ്മിൽ 4 മൈലിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് ചരിത്രപരമായിട്ട്. എന്നിട്ട് ഈ പാളയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും, യുദ്ധം നടക്കും. അങ്ങനെയാണ് അന്നത്തെ യുദ്ധത്തിന്റെ രീതി. ഗിദെയോൻ ഈ ആളുകളെ എല്ലാം കൊണ്ട് പാളയം ഇറങ്ങി ഇങ്ങനെ കിടക്കുക. ഏത് നിമിഷവും അവിടുന്ന് യുദ്ധത്തിന് ആളുകൾ വരാം, കാത്തുകെട്ടി കിടക്കുക. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ വിടുവിക്കണേ, സഹായിക്കണേ. ഗിദെയോൻ ഭയപ്പെട്ട് ദൈവത്തോട് ചോദിക്കുക. ദൈവം പറഞ്ഞു, നിന്റെ കൂടെയുള്ള ജനം വളരെയാകുന്നു. ഇത്രയും ആളുകൾ ഉള്ളത് കൊണ്ടാണ് അവരെ ജയിക്കാൻ കഴിഞ്ഞതെന്ന് പിന്നീട് ഈ ജനങ്ങൾ പറയും. അതുകൊണ്ട് നീ ഒരു ഡിക്ലറേഷൻ നടത്തണം, വിളിച്ചു പറയണം. ഭയവും ഭീരുത്വമുള്ളവനെല്ലാം ഗിലെയാദ് പർവ്വതം വിട്ടുപോകട്ടെ, നല്ല ധൈര്യമുള്ളവർ മാത്രം വന്നാൽ മതി. ഇത് കേട്ടപ്പോൾ 22,000 പേര് പിരിഞ്ഞുപോയി. മൊത്തം 32,000 പേരുണ്ടായിരുന്നു.
22,000 പേര് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇപ്പൊ 10,000 പേരേ ഉള്ളൂ. 10,000 പേരെയും കൊണ്ട് യുദ്ധത്തിന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ദൈവം പറയാണ്, ഈ 10,000 പേരും കൂടുതലാ, ഇത്രയും വേണ്ട, ഇവരെ ഒന്നും കൂടെ നമുക്ക് വേർതിരിക്കണം. നീ ഈ ജനത്തെയും കൊണ്ട് നദിയുടെ അടുത്തോട്ട് പോകും, വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ ഇന്നവൻ നിന്നോടുകൂടെ പോരണമെന്ന് ഞാൻ പറയുന്നവൻ പോരട്ടെ, ഇന്നവൻ പോരണ്ടെന്ന് പറയുന്നവൻ പോരണ്ട. അങ്ങനെ ഒരു പരീക്ഷണം കൂടെ നടത്താൻ വേണ്ടി ദൈവം ഗിദെയോനോട് അരുളിച്ചു. ജനത്തെ വെള്ളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വെള്ളത്തിനടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പട്ടി നക്കി കുടിക്കുന്നത് പോലെ കൈ വായുടെ അടുത്ത് വെച്ച് വെള്ളം നക്കി കുടിച്ച ആളുകളെ പ്രത്യേകം വേർതിരിക്കാൻ പറ്റും. ആയുധമൊക്കെ താത്തു വെച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങി കരയ്ക്കൊന്ന് മുട്ടുകുത്തി വെള്ളം കുടിച്ച ആളുകളെ മാറ്റി നിർത്താൻ. വളരെ അലർട്ടായിട്ടുള്ള ആളുകളെ മാത്രം വേർതിരിക്കുക. ആയുധം താത്തു വെക്കാതെ ധൈര്യത്തോടുകൂടെ ആയുധം പിടിച്ചുകൊണ്ട് പട്ടി നക്കി കുടിക്കുന്നത് പോലെ വെള്ളം കുടിച്ച ആളുകളെ വേർതിരിച്ചപ്പോൾ 300 പേരെ ഉള്ളൂ. 10,000-ൽ 300 പേരെ കിട്ടി. ബാക്കി 9,700 പേരും കൂടെ തിരിച്ചുപോയി. 9,700 ആളുകളെയും കൂടെ തിരിച്ചുവിട്ടു. only 300 people. അവരെയും കൊണ്ടുപോയി എങ്ങനെ യുദ്ധം ജയിക്കും? ഗിദെയോന് ഭയങ്കര ഭയമായി. ദൈവം ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഭയപ്പെട്ട് വിറച്ചു നിൽക്കുന്ന ഗിദെയോനെ ഒന്ന് പരീക്ഷിക്കുവാൻ, അവന്റെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവം രാത്രിയിൽ ഗിദെയോനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ മിദ്യാന്യ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു. നിനക്ക് പേടിയാണെങ്കിൽ നിന്റെ കൂടെ നിന്റെ സഹായിയായിട്ടുള്ള പൂരയെയും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവന്റെ സഹായിയായിട്ടുള്ള ഹെൽപ്പറായിട്ടുള്ള പൂരയെയും കൂടെ വിളിച്ചോണ്ട് അവര് മിദ്യാന്യ പാളയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. മിദ്യാന്യ പാളയത്തിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ ഒരു പടയാളി എഴുന്നേറ്റിരുന്ന് അവൻ ഒരു സ്വപ്നം കണ്ട കാര്യം വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരനോട്. ഒരു യവത്തപ്പം ഉരുണ്ടു വരുന്നത് ഞാൻ കണ്ടു, വലിയൊരു യവത്തപ്പം. അത് വന്ന് മിദ്യാന്യ പാളയത്തെ മറിച്ചിട്ടു. ഇത് കേട്ടപ്പോൾ മറ്റവൻ പറയാ, എടാ അത് യോവാശിന്റെ മകനായ ഗിദെയോന്റെ കൈ അല്ലാതെ വേറൊന്നും അല്ല. ദൈവം നമ്മളെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. നമ്മൾ തകർന്നു പോകുന്ന ലക്ഷണമാ കാണുന്നത്. ഇതിവനെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം അവനോട് പറഞ്ഞത്, നീ പോയി മിദ്യാന്യ പാളയത്തിലേക്ക് ഇറങ്ങിച്ചല്ല. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കാറുണ്ട്. നമുക്കറിയാം, ഇയ്യോബിന്റെ വിശ്വാസത്തെ ദൈവം പരീക്ഷിച്ചു. പരീക്ഷയിൽ അവനെ ഉറപ്പിക്കുവാൻ ഇടയായി. അവന്റെ പിന്നത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെടുവാനിടയായി. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. അവന്റെ ഏകജാതനായ മകനെ കൊടുക്കുവാൻ അബ്രഹാം മടിക്കാഞ്ഞതുകൊണ്ട് ദൈവം അവനെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. എപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് ദൈവം നമ്മളെ പരീക്ഷിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ നാം ക്ഷീണിച്ചു പോകരുത്. നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ പല മുഖാന്തരങ്ങളും ദൈവം ഒരുക്കിത്തരും. ആകപ്പാടെ ഉള്ള ഈ 300 പേരേ ഉള്ളൂ. ബാക്കി 9,700 പേരെയും കൂടെ പറഞ്ഞു വിട്ടപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന കാഹളങ്ങളും ആഹാര സാധനങ്ങളും കൂടെ മേടിച്ച്
ഇവര് സൂക്ഷിച്ചു. ഈ 300 കുടങ്ങളുണ്ട്. വെള്ളം കുടിക്കാൻ വേണ്ടി ഉള്ള കുടങ്ങളാണ്. ആ കുടങ്ങൾ വെറും കുടങ്ങൾ. ആ കുടങ്ങൾ മേടിച്ചു. 300 പേരെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. 100 പേര് വീതം. എന്നിട്ട് കാഹളം പിടിച്ചു. ഒരു കൈയിൽ കാഹളം പിടിച്ചു, മറു കൈയിൽ കുടങ്ങൾ പിടിച്ചു. ആ കുടത്തിനകത്ത് പന്തം വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി നോക്കണം. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ ചിന്തിക്കാത്ത സമയത്താണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഗിദെയോൻ പറഞ്ഞു, പാളയത്തിന്റെ അറ്റത്തെത്തുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ എല്ലാവരും ചെയ്യണം. എന്നിട്ട് 100 പേരുമായിട്ട് ഗിദെയോൻ പാളയത്തിന്റെ അറ്റത്തെത്തി. ബാക്കി 2 ഗ്രൂപ്പ് പാളയത്തിന്റെ 2 സൈഡിലായിട്ട് നിന്നു. അവൻ ഫ്രണ്ടിലെ ഒരു സൈഡ് മാത്രം ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിലൂടെ അവർക്ക് ഓടിപ്പോകാനുള്ള സൗകര്യമുള്ളൂ. ഇപ്പൊ 3 വശവും ഇസ്രായേൽ മക്കൾ 100 പേര് വീതം പാളയത്തിന്റെ സൈഡിൽ വളഞ്ഞിരിക്കുകയാണ്. അടുത്ത ശ്രദ്ധിക്കുക, കാവൽ മാറ്റി നിർത്തുന്ന സമയത്താണ് ഗിദെയോൻ ഇവരുമായിട്ട് ചെല്ലുന്നത്. കാവൽ മാറ്റി നിർത്തുന്ന സമയം ഒരു വല്ലാത്ത സമയമാണ്. രാത്രിയുടെ കാവൽ മാറ്റി നിർത്തുന്ന യാമത്തിൽ അവരവിടെ എത്തി. രാത്രി 4 യാമങ്ങളായിട്ടാണ് ഇസ്രായേൽ മക്കൾ പറയപ്പെടുന്നത്. 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം, 4-ാം യാമം. ഒരു വൈകിട്ട് 6 മണി തൊട്ട് ആണ് 1-ാം യാമം ആരംഭിക്കുന്നത്. 3 മണിക്കൂറാണ് ഒരു യാമം. അപ്പോൾ 6 മണി മുതൽ 9 മണി വരെയാണ് 1-ാമത്തെ യാമം. 1-ാമത്തെ യാമം എന്ന് പറയുന്നത് 7.5 നാഴികയാണ്. ഒരു രാത്രി 30 നാഴികയാണ്. അപ്പോൾ 7.5 നാഴികയാണ് ഒരു യാമം. 7.5 നാഴിക എന്ന് പറയുന്നത് 3 മണിക്കൂർ. വൈകിട്ട് 6 മണി മുതൽ നമ്മുടെ കണക്കനുസരിച്ച് 9 മണി വരെയുള്ള സമയം 1-ാം യാമം. 9 മണി മുതൽ 12 മണി വരെയുള്ള സമയം 2-ാം യാമം. 12 മണി മുതൽ വെളുപ്പിന് 3 മണി വരെയുള്ള സമയം 3-ാം യാമം. രാവിലെ 3 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയമാണ് 4-ാം യാമം. നമ്മൾ പാടാറുണ്ട്, 3 യാമങ്ങളും വൻതിരയാൽ മുങ്ങുമാറായി വലയുകിലും മുറ്റും 4-ാം യാമത്തിൽ കർത്താവ് കടലിന്മേൽ നടന്നു വരുന്ന പാട്ട് നമ്മൾ പാടാറുണ്ട്. 3 യാമങ്ങളും തണ്ടു വലിച്ച് വലഞ്ഞ ശിഷ്യന്മാരുടെ അടുത്ത് 4-ാം യാമത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയാം. ഇവിടെ യാമാരംഭത്തിങ്കൽ കാവൽ മാറ്റി നിർത്തും. രാത്രി സോൾജിയേഴ്സ് ഉറങ്ങുകയാണ്. കാവൽക്കാർ മാത്രമേ അലർട്ടായിട്ടിരിക്കുന്നുള്ളൂ. ആദ്യത്തെ യാമത്തിൽ എല്ലാവരും വളരെ അലർട്ടായിരിക്കും. അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ. സന്ധ്യായാമത്തിൽ എവിടെ പോയാലും ആളുകളൊക്കെ സംസാരിക്കുന്നതും യാത്ര ചെയ്യുന്നതും ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ചൊക്കെ നമുക്കറിയാം. ഇസ്രായേൽ പണ്ട് അതുപോലെ ആയിരുന്നു. എല്ലായിടത്തും പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് പോകും. 2-ാം യാമത്തിൽ ആളുകൾ ഉറങ്ങാൻ പോകും. 4-ാം യാമത്തിലാണ് രാവിലെ പ്രഭാതത്തിൽ ആളുകൾ എഴുന്നേൽക്കുക. ഇവിടെ 2-ാം യാമത്തിന്റെ അവസാനത്തിൽ 3-ാം യാമം ആരംഭിക്കുന്ന സമയത്താണ് ഇവർ പാളയത്തിന്റെ അറ്റത്തെത്തിയത്. എന്ന് പറഞ്ഞാൽ 12 മണി കഴിഞ്ഞ സമയത്ത് സോൾജിയേഴ്സ് എല്ലാം നല്ല ഉറക്കം. കാവൽ മാറി നിൽക്കുന്ന സമയം. അപ്പൊ ഒരു കൂട്ടം കാവൽക്കാർ മാറി അടുത്ത കാവൽക്കാര് ചാർജ് എടുക്കുകയാണ്, ഡ്യൂട്ടിക്ക് കയറുകയാണ്. അപ്പൊ ഇവര് ഓവർ കൊടുക്കുന്ന സമയം.
ആ സമയത്ത് എല്ലാവരും തിരക്കിലാണ്, തത്രപ്പാടിലാണ്, ആരും അലേർട്ടല്ല. അങ്ങനെയുള്ളൊരു സമയത്ത്, ഇതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമുണ്ട്, പ്രത്യേക സമയം. ആ സമയത്ത് ഇവര് 100 പേര് പാളയത്തിന്റെ നേരെ ചെന്നു. 2 സൈഡിലും 100 പേര് വീതം ചെന്നു. മുൻവശത്തെ ഒരു സൈഡ് മാത്രം തുറന്നു കിടക്കുകയാണ് അവർക്ക് പോകാനുള്ള സൗകര്യത്തിൽ. ഗിദെയോനും അവനോട് കൂടെ ഉണ്ടായിരുന്ന 100 പേരും കാഹളമൂതി, പന്തം കത്തിച്ചു, കുടമുടച്ചു. സെയിം ടൈമിൽ ബാക്കിയുള്ള 2 ഗ്രൂപ്പും അതുപോലെ തന്നെ ചെയ്തു. 300 കുട ഒന്നിച്ചങ്ങോട്ട് ഉടച്ചപ്പോൾ ഉള്ള ശബ്ദം, ഒന്നിച്ച് ടോർച്ച് അങ്ങോട്ട് തെളിയിച്ചപ്പോൾ ഉണ്ടായ പ്രകാശം, ഒന്നിച്ച് കാഹളം ഊതിയിട്ട് എല്ലാവരും കൂടെ വിളിച്ചു പറഞ്ഞു, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ, ദൈവത്തിന് വേണ്ടി വാൾ എന്ന് വിളിച്ചു പറഞ്ഞ് അട്ടഹസിച്ചപ്പോൾ ഉറങ്ങിക്കിടന്ന സോൾജേഴ്സ് എല്ലാം ചാടി എണീറ്റപ്പോൾ അവർക്ക് തോന്നിയത് ഇസ്രായേൽ മക്കൾ പാളയത്തിൽ കയറി അവരെ വെട്ടുകയാണെന്നാണ് അവർക്ക് തോന്നിയത്. അവര് വാളെടുത്ത് കണ്ണി കണ്ടവനെ എല്ലാം അങ്ങ് വെട്ടാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങ് വെട്ടാൻ തുടങ്ങി. ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റതല്ലേ. ഈ കാണുന്നതെല്ലാം ശത്രു സൈന്യമാണെന്ന് വിചാരിച്ച് ശത്രുക്കളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ തുടങ്ങി. അങ്ങനെ വെട്ടി ആളുകൾ അങ്ങോട്ട് മരിക്കാൻ തുടങ്ങി. ബാക്കി ഉണ്ടായിരുന്നവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. നമുക്കറിയാം, ദൈവത്തിന്റെ ഒരു വലിയ പരിപാടിയാണ് ഈ ശത്രുക്കളെ തമ്മിൽ ഭിന്നിപ്പിച്ചിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കും. ഇപ്പൊ സിറിയയിലൊക്കെ നടക്കുന്ന കണ്ടില്ലേ? ഇസ്രയേലിന്റെ ശത്രുക്കൾ തന്നെ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇത് എല്ലാ കാലത്തും സംഭവിക്കുന്ന ഒരു കഥയാണ്. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഒന്നുകിൽ അവരുടെ രഥചക്രങ്ങൾ പുറകോട്ട് ഉരുളും, അതല്ലെങ്കിൽ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാകും. ഇതൊക്കെ ദൈവത്തിന്റെ ദൂതന്റെ പ്രത്യേക പരിപാടിയാണ്. ദൈവത്തിന്റെ ദൂതനാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. യുദ്ധം യഹോവയ്ക്കുള്ളത്. ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ് നാം സാധാരണ പറയാറുണ്ട്, പാടാറുണ്ട്. ബൈബിളിലുടനീളം അനവധി പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് അത് വിളിച്ചു പറയുന്നുണ്ട്, യുദ്ധം യഹോവയ്ക്കുള്ളത്. ശൗല് പറയുന്നുണ്ട്, നീ യഹോവയുടെ യുദ്ധങ്ങൾ നിയന്ത്രിച്ചാൽ മാത്രം മതി. ദൈവത്തിന്റെ യുദ്ധമാണ് ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ തയ്യാറായി കഴിഞ്ഞാൽ പ്രത്യേക അഭിഷേകത്താൽ, പ്രത്യേക ശക്തിയാൽ ദൈവം അവരെ നിറയ്ക്കും. പുതിയ നിയമവിശ്വാസികളായി നമുക്കും പഠിക്കാനുള്ള നല്ല ഗുണപാഠം അതാണ്. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊണ്ട് സാത്താനോട് നമ്മൾ പൊരുതണം. ഇന്ന് നമുക്ക് ആത്മീയമായ യുദ്ധമാണുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ് നമുക്ക് യുദ്ധമുള്ളത്. അതിനുവേണ്ടി ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നാം പോരാടണം. ഏറ്റവും വലിയ ആയുധമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധമാണ്. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചാൽ, നമ്മുടെ ശക്തിയല്ല ദൈവത്തിന് വിഷയം, നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ദൈവത്തിന് വിഷയം. നമ്മൾ അവൈലബിൾ ആണോ എന്നാണ് ദൈവം നോക്കുന്നത്. അവൈലബിലിറ്റിയാണ് ദൈവത്തിന് വേണ്ടി.
നമ്മൾ തയ്യാറായിരിക്കുക. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിക്കുക. അപ്പോൾ ദൈവം തന്റെ ശക്തിയാൽ നമ്മെ നിറയ്ക്കും. ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ എന്റെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാകുന്നുവെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ദാനമായ ശക്തി നമ്മിൽ വ്യാപരിക്കും. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരുമാറ് ഈ മൺകൂടാരങ്ങളിലാകുന്നു പകർന്നിരിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ നാം അറിയാത്ത കാര്യങ്ങളാണ് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നത്. നമ്മൾ വെറുതെ നിന്നു കൊടുത്താൽ മതി, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട ഒരു വ്യക്തി നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് രൂപാന്തരം ഉണ്ടാകും. ഒരു വാക്ക് പറഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കും. സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും പോലും നിൽക്കും. ധൈര്യത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ കർത്താവിൽ ആശ്രയിച്ചൊരു വാക്ക് പറഞ്ഞാൽ അത് അതുപോലെ നടക്കും. ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ അഭിഷേകവും ശക്തിയും പ്രാപിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഈ പഴയ നിയമ ചരിത്രത്തിലെ ചരിത്ര പുരുഷന്മാരുടെ കഥകളൊക്കെ പഠിക്കുമ്പോൾ അവരുടെ അപാകതകളല്ല നമ്മുടെ വിഷയം. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങളെ കുറിച്ച്, അത് എങ്ങനെ അവർ സ്വായത്തമാക്കി എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ സ്റ്റാൻഡേർഡ് അല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്, അത് വേറൊരു കാര്യം. എന്നാൽ നമ്മുടെ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം ദൈവസന്നിധിയിൽ ജീവിച്ച് ദൈവം പ്രാപിച്ച് ശക്തന്മാരായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. നമ്മൾ പഠിക്കുന്ന ഓരോരോ പാഠങ്ങളും അതിന് മുഖാന്തരമായി തീരണം. ഈ ആളുകൾ മിദ്യാന്യർ ഓടിപ്പോയപ്പോൾ ഗിദെയോൻ കാഹളമൂതി എല്ലായിടത്തു നിന്നും ആളുകളെ വരുത്തി, നിങ്ങൾ പോയി ഈ ദേശമെല്ലാം കീഴടക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ആ ദേശമെല്ലാം പിടിച്ചെടുക്കുവാൻ ഇടയായിത്തീർന്നു. മാത്രമല്ല 1,20,000 പേരാണ് ആ യുദ്ധത്തിൽ മരിച്ചുപോയത്. ഇവർ വെറും 300 പേരെ ഉള്ളായിരുന്നു. 300 പേരെ കൊണ്ട് യുദ്ധം ചെയ്തിട്ട് 1,20,000 പേരെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിച്ചു. അവരെ മുഴുവൻ നശിപ്പിച്ചു. അവരുടെ ദേശം കൂടെ പിടിച്ചടക്കുവാൻ ഇടയായി തീർന്നു. ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ ദൂതനാണ്. 300 പേര് മാത്രം കാഹളമൂതി അവരുടെ കുടങ്ങളെ ഉടച്ചപ്പോൾ സൈന്യത്തിന് തോന്നിയത് ഒരു വലിയ സൈന്യം അവർക്കെതിരായിട്ട് വരുന്നു എന്നാണ്. അങ്ങനെയുള്ള ശബ്ദമാണ് അവർ കേട്ടത്. അതിന്റെ കാരണം ദൈവത്തിന്റെ ദൂതന്മാരാ മാർച്ച് ചെയ്ത് വരുന്നത്. ദൂതന്മാർ മാർച്ച് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും. അശൂർ പാളയത്തിൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് ഒരു രാത്രി 1,85,000 പേരെ കൊന്നുകളഞ്ഞു. ശബരിയോട് അശൂർക്കാർ സിറിയക്കാർ യുദ്ധത്തിന് വന്നപ്പോൾ അസീറിയൻസ് വരുന്ന സമയത്ത് 4 കുഷ്ഠരോഗികളാണ് പാളയത്തിലേക്ക് ചെന്നത്. പക്ഷേ അവർ വലിയ മഹാസൈന്യത്തിന്റെ ആരവം ദൈവം അവരെ കേൾപ്പിച്ച് അവർ ഓടിപ്പോയി. അവരുടെ സൗണ്ട് എഞ്ചിനീയേഴ്സ് ഒക്കെ പറഞ്ഞു, ഒരു വലിയ സൈന്യം നമുക്കെതിരായിട്ട് വരുന്നു, നമുക്ക് പോയി രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അവർ ഓടുകയായി. ഇതുപോലെ മിദ്യാന്യ പാളയം പാച്ചിൽ തുടങ്ങി. അവർ ഓടി രക്ഷപ്പെട്ടു. ഓറേബ്, സേബ് എന്ന് പറയുന്ന 2 പ്രഭുക്കന്മാരെ അവർ പിടിച്ചു. അവരെല്ലാം വലിയ പ്രഭുക്കന്മാരാണ്. 10,000 ഏക്കർ സ്ഥലം അവർക്കൊക്കെ ഉണ്ട്. അവരുടെ കീഴിലാണ് അവരുടെ കുടുംബങ്ങളൊക്കെ ഒന്നിച്ച് പാർക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഓറേബിനെ ഓറേബ് പാറയ്ക്ക് അരികെ വെച്ചും സേബിനെ സേബ് മുന്തിരിച്ചക്കിന് അരികെ വെച്ചും അവർ വെട്ടിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രയേലിന് വലിയ വിജയം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ ഓർക്കണം, അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ശക്തിയില്ലാത്തവരെ ശക്തന്മാരാക്കുവാൻ ദൈവത്തിന് കഴിയും. നാം നിസ്സാരന്മാരെന്ന് തോന്നിയാലും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ താഴണം. ഗിദെയോൻ പറഞ്ഞതുപോലെ
എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, ഞാൻ എളിയവനാണ്, എൻ്റെ കുലം ചെറിയതാണ് എന്ന് പറഞ്ഞ് എളിമപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മെ ശക്തന്മാരാക്കും. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ശക്തിയോടെ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവദൂതന്റെ ഒരു അഭിമുഖം നമുക്കുണ്ടാകുവാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ദൈവദൂതന്റെ ദർശനം എനിക്ക് നൽകണമേ, ഒരു ദൈവിക ദർശനം എനിക്ക് നൽകണമേ, ദൈവത്തിന്റെ ദൂതനോട് സംസാരിക്കാൻ എനിക്ക് ഭാഗ്യം നൽകണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവദൂതനുമായിട്ടുള്ള അഭിമുഖം നമ്മുടെ ജീവിതത്തിൽ ശക്തി പ്രാപിപ്പാൻ മുഖാന്തരമായി തീരും. വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.